ഹായ് ഡിയർ സ്റ്റുഡൻസ്, ദർശന അക്കാദമിയുടെ കീമസോൺ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കീം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ അറിഞ്ഞു തന്നെ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനെ കോൺഫിഡൻസോടുകൂടി ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 2 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കുകളാണ്. ഒന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററാണ്. സെക്കൻഡ് വൺ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഫണ്ടമെൻറ്റൽസ് ഒക്കെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ടോപ്പിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെയിറ്റേജ് ഒന്ന് നോക്കാം. കഴിഞ്ഞ എക്സാമിന് കീമിന് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ നിന്ന് നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അതിന് മുന്നത്തെ വർഷം 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ് ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റുകളാണ് പറയുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്? ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് പീരിയോഡിക് ടേബിൾ അല്ലേ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പീരിയോഡിക് ടേബിൾ എല്ലാവർക്കും അറിയാം. 118 എലമെൻറ്റ്സ് ആണ് ആ ടേബിളിൽ ടോട്ടൽ ഉള്ളത്. ആ ടേബിളിലെ പീരീഡ്സിൻ്റെ നമ്പർ 7 ആണ്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18 ആണ്. ഈ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഫോർമേഷന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് തന്ന സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ പേരുമൊക്കെ എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നത് ലോ ഓഫ് ട്രയാഡ് എന്നാണ്. നമ്മൾ പേരിൽ കേൾക്കുന്നത് പോലെ തന്നെ 3 എലമെൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ ട്രയാഡ്. ഇപ്പോൾ ഡോബർനിയർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഒരേ പ്രോപ്പർട്ടി ഉള്ള 3 എലമെൻറ്റുകളെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി. ആ ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ലോ ഓഫ് ട്രയാഡ് എന്ന് പറയുക. ദെൻ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ലോ ഓഫ് ഒക്ടേഴ്സ്. പേരിൽ കേൾക്കുന്നത് പോലെ തന്നെ 8 എന്ന നമ്പർ ഇവിടെ നിങ്ങൾ ഓർക്കുക. എന്താണ്? 8ാമത്തെ എലമെൻറ്റ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റുകളെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം അതിലെ 8th എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി റിസംബിൾ ചെയ്യുന്നു. അതായത് ഒരു റിപ്പിറ്റീഷൻ വരുന്നുണ്ട്. പ്രോപ്പർട്ടിയിലൊക്കെ ഒരു റെഗുലർ നമ്പർ കഴിയുമ്പോൾ റിപ്പിറ്റീഷൻ വരുന്നു എന്ന് ന്യൂലാൻഡ്സ് മനസ്സിലാക്കി. അതിൽ നിന്ന് ന്യൂലാൻഡ്സ് ഡെറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ലോയാണ് ലോ ഓഫ് ഒക്ടേഴ്സ് എന്ന് പറയുന്നത്. വീണ്ടും മുന്നോട്ട് വരുമ്പോഴത്തേക്കും ലോദർമെയർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഗ്രാഫ് പഠിക്കാനുണ്ട്. ആ ഗ്രാഫിനൊരു പേരുണ്ട്, അറ്റോമിക് വോളിയം കർവ്. ഈ ഗ്രാഫിൽ ലോദർമെയർ വരച്ച് കാണിക്കുന്നത് എലമെൻസിൻ്റെ അറ്റോമിക് വെയ്റ്റും അവരുടെ അറ്റോമിക് വോളിയവും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അതുകൊണ്ടാണ് ഈ കർവിന് അറ്റോമിക് വോളിയം കർവ് എന്ന് പേര് വന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു ലോ ആണ് ഓൾഡ് പീരിയോഡിക് ലോ. അപ്പോൾ ആ ഓൾഡ് പീരിയോഡിക് ലോ പബ്ലിഷ് ചെയ്ത സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ആ ഓൾഡ് പീരിയോഡിക് ലോ ഡിഫൈൻ ചെയ്തതും അത് വെച്ചിട്ടുള്ള ആദ്യത്തെ പീരിയോഡിക് ടേബിളുമൊക്കെ മെൻഡലീവിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഡ്രിമിട്രി മെൻഡലീവ് എന്നാണ് പേര്. മെൻഡലീവിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ NCERT-യിൽ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ബേസ്ഡ് ഓൺ എന്ന് ചോദിക്കും. അപ്പോൾ അറിഞ്ഞിരിക്കുക മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ ഓൾഡ് പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഓൾഡ് പീരിയോഡിക് ലോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓൾഡ് പീരിയോഡിക് ലോയുടെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. ഈ അറ്റോമിക് വെയ്റ്റ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മളിപ്പോൾ 4 സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ പറഞ്ഞു. ഡോബർനിയർ ഉണ്ട്, ന്യൂലാൻഡ്സ് ഉണ്ട്, ലോദർമെയർ ഉണ്ട്, മെൻഡലീവ് ഉണ്ട്. ഇവരെല്ലാവരും എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തപ്പം അറ്റോമിക് വെയ്റ്റിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ അറ്റോമിക് വെയ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് എലമെൻസിനെ ആദ്യം ക്ലാസിഫൈ ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ക്ലാസിഫിക്കേഷനിൽ അറ്റോമിക് വെയ്റ്റ് അനുസരിച്ചല്ല എലമെൻറ്റുകൾ എഴുതിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? അറ്റോമിക് നമ്പർ അനുസരിച്ചാണ് അല്ലേ. അതാണ് ഓൾഡും മോഡേൺ ലോയും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഓൾഡ് പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും
തെറ്റിച്ച് തരാറുണ്ട്. അതായത് ഓൾഡ് പീരിയോഡിക് ലോ ബേസ്ഡ് ഓൺ അറ്റോമിക് വെയിറ്റ് ആണല്ലോ, പക്ഷേ നമ്പർ എന്നൊക്കെ തരും അല്ലേ. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് അതൊന്ന് നോട്ട് ചെയ്തോണം. എന്താണ് ഓൾഡ് പീരിയോഡിക് ലോ? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ്. കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് എലമെന്റ്സിൻ്റെ എല്ലാം ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി അതിൻ്റെ അറ്റോമിക് വെയിറ്റ് ആണെന്നും എലമെന്റുകളെ അറേഞ്ച് ചെയ്യേണ്ടത് വെയിറ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണമെന്നുമൊക്കെയാണ് മെൻഡലീവ് പറഞ്ഞു വെച്ചത്. പിന്നീട് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കുന്നു എന്താണ്, എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുമ്പം അറ്റോമിക് വെയിറ്റ് അനുസരിച്ച് അറേഞ്ച് ചെയ്താൽ ആ അറേഞ്ച്മെൻറ്റിൽ ചില പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് വെയിറ്റ് അല്ല നോക്കേണ്ടത്, പിന്നെന്താണ്, അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കിയ ഹെൻറി മോസ്ലി എന്ത് ചെയ്തു, മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ കറക്റ്റ് ചെയ്തു. ആ കറക്റ്റ് ചെയ്ത ലോയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞ് പഠിക്കുക. എന്താണ് ആ മോഡേൺ പീരിയോഡിക് ലോ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ മോഡേൺ പീരിയോഡിക് ലോ അനുസരിച്ചിട്ടുള്ള പീരിയോഡിക് ടേബിളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഈ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട് 18 ഗ്രൂപ്പുകളാണ് അല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പുകളെ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ബ്ലോക്കുകൾ? ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത് എസ് ബ്ലോക്ക് എന്ന പേരിലാണ് അല്ലേ. നിങ്ങൾ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സബ് ഷെല്ലുകൾ ഏതാണെന്ന് നോക്കും. നമുക്ക് 4 സബ് ഷെല്ലുകളാണ്, എസ്, പി, ഡി, എഫ്. അപ്പോൾ എസ്സിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നതെങ്കിൽ ആ ലാസ്റ്റ് ഇലക്ട്രോൺ എസ്സിലാണെങ്കിൽ നമ്മൾ ആ എലമെൻറ്റുകളെ എല്ലാം എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കും. അപ്പോൾ എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓർബിറ്റലല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അത് കാരണം നമുക്ക് അവിടെ 2 ഗ്രൂപ്പ്സ് മാത്രമേ ഉള്ളൂ. ആ 2 ഗ്രൂപ്പുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ആ റെഡ് കളറിൽ കൊടുത്തേക്കുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷിയം, ഫ്രാൻസിയം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ എലമെന്റുകളെ ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുക. കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക, ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ആ സിമ്പിൾസ് ഒക്കെ തന്നിട്ട് മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ കീമിന് കാണാറുണ്ട്. അപ്പോൾ അവരുടെ പേരെന്താണ് റൈറ്റ് സൈഡിൽ കൊടുക്കുക? ആൽക്കലി മെറ്റൽസ് എന്നാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ്? NS1 എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, NS1 അതായത് N എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. N എന്ന് പറയുന്നത് നമ്മുടെ എലമെന്റിൻ്റെ പീരീഡ് നമ്പറാണ് അല്ലേ. നമുക്ക് പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ്സ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും Nൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 വരെയുള്ള വാല്യൂസ് ആയിരിക്കും. ഹൈഡ്രജൻ ഫസ്റ്റ് പീരീഡിലായതുകൊണ്ട് ഹൈഡ്രജനെ നമ്മൾ 1s1 എന്ന് എഴുതും. ഹൈഡ്രജൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിഥിയത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2s1 എന്ന് എഴുതും. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ് 7s1 വരെ എഴുതാൻ ഈസി അല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെക്കണം. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുമ്പോൾ എസ്സിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? NS2 എന്ന് എഴുതാം. ആ ഗ്രൂപ്പിനും ഒരു പേരുണ്ട് കേട്ടോ. ആ ഗ്രൂപ്പുകാർ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ബ്ലോക്ക് ഏതാണെന്ന് നോക്കാം. പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു 6 ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും. അവരെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. 13 to 18 ആണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 13 to 18 ആരാണ്? പി ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്കിൻ്റെ എസ് ഓർബിറ്റലിൻ്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞു 2 ആണ്. എന്താണ് പിയുടെ കപ്പാസിറ്റി? അവിടെ 3 ഓർബിറ്റൽസ് ഉണ്ട്. അവിടുത്തെ കപ്പാസിറ്റി ഇലക്ട്രോൺസിൻ്റെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് മാക്സിമം 6 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം? ആദ്യം തുടക്കത്തിൽ NS2 NB1 ആയിരിക്കും. അത് കഴിഞ്ഞ് പിയിലേക്ക് 2 3 4 5 അങ്ങനെ ഇലക്ട്രോൺസ് വന്ന് പി കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്? 6 വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി ബ്ലോക്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ പഠിച്ചു വയ്ക്കാം? NS2 NB1 to 6 അതാണ് പി ബ്ലോക്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 2 കാര്യങ്ങൾ പഠിക്കുക, ഗ്രൂപ്പ് നമ്പർ പഠിക്കുക 13 to 18. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇപ്പോൾ 13 ആണെങ്കിൽ NS2 NB1, 14 ആണെങ്കിൽ NS2 NB2. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് 18 ആകുമ്പോൾ എന്താകും? NS2 NB6. ഈ NS2 NB6ന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നോബിൾ ഗ്യാസസ് ആണ് കേട്ടോ. നോബിൾ ഗ്യാസസ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള നോബിൾ ഗ്യാസുകൾ ഇരിക്കുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണല്ലോ, അതാണ് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് വരുന്ന ഗ്രൂപ്പ്, ഇപ്പോൾ ഞാൻ 1 to 2 പറഞ്ഞു,
13 to 18 പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 10 ഗ്രൂപ്പ് മിസ്സായില്ലേ? അത് ഏത് ഗ്രൂപ്പാണ്? 3 to 12 ആണ് ആണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള ബ്ലോക്കുകൾ അറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് എന്ന പേരിലാണ് അല്ലേ. അവിടെ നമ്മൾ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്ന സബ്ഷെൽ എന്ന് പറയുന്നത് ഡി സബ്ഷെല്ലായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എന്ത് പേര് കൊടുത്തേക്കുന്നത്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 4 റോയേ ഉള്ളൂ കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4ാമത്തെ പീരീഡിലാണ്. അപ്പോൾ ഇവിടെ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിൻ്റെ വാല്യൂ ഡി ബ്ലോക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 4th പീരീഡ് തൊട്ടേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്നിൻ്റെ വാല്യൂ 4 to 7. ഓക്കെ, 4 to 7 വരെയുള്ള വാല്യൂസേ അവിടെ എന്നിന് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ n 4 ആണെങ്കിൽ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? n 4 ആണല്ലോ മിനിമം. അപ്പോൾ n 4 വരുമ്പം ഡിയുടെ ഫ്രണ്ടിൽ നമ്മൾ എഴുതേണ്ട നമ്പർ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്നർ ഡി ആണ് അല്ലേ. 4th ലെവലിലാണ്. പക്ഷേ അവിടെ ഫില്ല് ചെയ്യുന്ന ഡി ഓർബിറ്റലിൻ്റെ പേര് എഴുതുമ്പോൾ 3D എന്ന് എഴുതും അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ n-1 എന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? 3D. മാക്സിമം കപ്പാസിറ്റി ഡി ഓർബിറ്റൽസ് 5 ആണല്ലോ. അപ്പോൾ കപ്പാസിറ്റി എത്രയാ? 10 അല്ലേ. അപ്പോൾ 3D 1 to 10, 4s 0 to 2 എന്ന രീതിയിലാണ് നമ്മൾ ഈ ഡി ബ്ലോക്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ ഉള്ളൂ. ഈ ബ്ലോക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ താഴെയായിട്ട് നമുക്ക് 2 റോ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ റോയിലെ നമ്മൾ എന്താണ് പറയുക? ലാന്തനോയിഡ്സ് എന്ന് പറയും. സെക്കൻഡ് റോയെ നമ്മൾ ആക്ടിനോയിഡ്സ് എന്ന് പറയും. ഇവർ കളക്റ്റീവായിട്ട് അറിയപ്പെടുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് എന്നാണ് കേട്ടോ. ഡി ബ്ലോക്കിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് പറയുമല്ലോ. അപ്പോൾ അതേമാതിരി എഫ് ബ്ലോക്കിനെ എന്താ പറയുക? ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയേണ്ടത്. ഇനി ഇവിടെയോ? ഇവിടെ എന്താ സംഭവം? നമുക്കറിയാം ഈ 2 റോ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടേബിളിലെ 6th and 7th ലാസ്റ്റത്തെ 2 പീരീഡ്സ് ഉണ്ടല്ലോ. ഈ ലാസ്റ്റ് 2 പീരീഡ്സിലെ ഒരു 14 എലമെൻറ്റുകൾ വീതമാണ് താഴേക്ക് ഇറക്കി എഴുതിയേക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ 2 പീരീഡ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? എന്നിൻ്റെ വാല്യൂ 6 വരാം, 7 വരാം. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 6ഉം 7ഉം ആണ് വരിക. ആ രീതിയിൽ നമുക്കിത് എഴുതി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എഫ് സബ്ഷെല്ലിലേക്കാണ് ഇവിടെ ഇലക്ട്രോൺ കയറുന്നത്. ഈ എഫിൻ്റെ നമ്പർ എപ്പോഴും n-2 ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 6 അല്ലേ. അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ എന്താ? 4f. ആദ്യത്തെ റോ 4f സീരീസ് എന്നറിയപ്പെടും. ഏതാ? ലാന്തനോയിഡുകളെ നമ്മൾ 4f എന്ന് പറയും. താഴെയുള്ള ആക്ടിനോയിഡിനെ എന്താ പറയുക? 5f എന്നാണ് പറയുക. ഓക്കെ ആണല്ലോ. അപ്പം ഈ സ്ലൈഡുകളിൽ നിങ്ങൾ കണ്ട ഈ ക്ലാസ് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഗ്രൂപ്പ് നമ്പറും അറിഞ്ഞിരിക്കണം കേട്ടോ. ഓരോ ബ്ലോക്കിൻ്റെയും ഗ്രൂപ്പ് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള രീതിയിൽ ഓപ്ഷൻസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഇൻകറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 106 ഹാസ് ബീൻ ഡിസ്കവേർഡ് റീസെൻ്റ്ലി. വിഷോ ദി ഫോളോയിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ഇറ്റ് പൊസസസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ ഞാൻ പറഞ്ഞു നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 118 ആണ്. അപ്പോൾ ഇതിൽ 106 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു Z = 106 ഇത് 7th പീരീഡിലെ എലമെൻ്റ് ആണ്. കാരണം 6th പീരീഡിൽ 86 എലമെൻറ്റ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം 6th പീരീഡിൽ ലാസ്റ്റ് ഒരു നോബിൾ ഗ്യാസ് ഇരിപ്പുണ്ട്. റെഡോൺ എന്നാണ് ആ നോബിൾ ഗ്യാസിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് RN എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? റെഡോൺ എന്ന നോബിൾ ഗ്യാസിൻ്റെ പേരാണത്. അപ്പോൾ ഈ റെഡോൺ എന്ന് പറഞ്ഞ നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ റെഡോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 86 ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ 86 കഴിഞ്ഞിട്ടുള്ള ഏത് അറ്റോമിക് നമ്പർ നമുക്ക് തന്നാലും നമ്മൾ അറിയുക അത് ഏത് പീരീഡിലാണ്? ലാസ്റ്റ് പീരീഡിലാണ്. കാരണം 6th പീരീഡിൽ ലാസ്റ്റ് ഉള്ള നോബിൾ ഗ്യാസ് അല്ലേ റെഡോൺ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ 106 ഏത് പീരീഡിലാണ്? 7th പീരീഡിലാണ്. ഓക്കെ, അത് കിട്ടുമല്ലോ 7th പീരീഡ്. ഇനി അപ്പം ഈ റെഡോൺ എന്ന് അവിടെ എഴുതിയേക്കണത് എന്തിനാ? ഈ 106 ഇലക്ട്രോൺസിനെയും നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കാണിക്കാൻ പോസിബിൾ ആണോ? അല്ല. അപ്പോൾ റെഡോൺ എന്ന് എഴുതിയാൽ 86 ഇലക്ട്രോൺസ് അവിടെ ഓക്കെ ആണ് അല്ലേ. ഇന്നർ ഷെല്ലിലുള്ള 86 ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്നതിന് പകരമാണ് ഈ റെഡോൺ എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ബാക്കി പിന്നെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ തന്നിരിക്കുന്ന അറ്റോമിക് നമ്പർ 106 ആണ്. അതിൽ 86ൻ്റെ എന്താണ് അറേഞ്ച്മെൻറ്റ് നമ്മൾ കാണിക്കേണ്ട, പകരം റെഡോൺ എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 20 ആണല്ലോ അല്ലേ. അപ്പോൾ 20 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്താൽ 106 ആകാം അല്ലേ. അപ്പോൾ ഈ 20 ഇലക്ട്രോണുകൾ ഏതൊക്കെ സബ് ഷെല്ലുകളിലായിരിക്കും? അപ്പോൾ എന്താണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്?
അവിടെ ഇലക്ട്രോൺസ് പോകുന്നത് എഫ് ഡി എസ് അല്ലേ, ഈ ഓർഡറിൽ പറഞ്ഞേക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ ആ ഒരു കാര്യം മനസ്സിലാക്കി വേണം നിങ്ങളിത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഇലക്ട്രോൺസിനെ നമുക്ക് ഫില്ല് ചെയ്ത് പോകണം. 7th പീരീഡ് അല്ലേ, അപ്പോൾ 7th പീരീഡിൽ n-2f എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും, 5f ആയിരിക്കും. n-1d എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും, 6d ആയിരിക്കും. പിന്നെ നമ്മുടെ ns എന്ന് പറഞ്ഞാൽ അത് 7s ആയിരിക്കും അല്ലേ. അപ്പോൾ 7th പീരീഡ് ആണ്. അപ്പോൾ ആദ്യം എസ്സിലേക്ക് ഇലക്ട്രോൺ പോകും. ആ എസ് ഫില്ലായതിനു ശേഷം എഫിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 20 ഇലക്ട്രോൺസ് ആണ് അല്ലേ, അതിൽ 2 എണ്ണം എസ്സിലാണ്. ഇനി എഫിൽ എത്രയാണ്, 20 ഇലക്ട്രോൺസിനെ നമ്മൾ ഓർഡറിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ എസ്സിൽ 2. ഇനി എഫിന് എത്രയാണ്, എഫിൻ്റെ മാക്സിമം എത്രയാണ്, 14 ആണ് കേട്ടോ. ഡിയുടെ മാക്സിമം 10 അല്ലേ, അതുപോലെ എഫിൻ്റെ മാക്സിമം കപ്പാസിറ്റി 14 ആണ്. അപ്പോൾ ഞാൻ അവിടെ 14 എന്ന് എഴുതി. അപ്പോൾ 14 to 16 ആയി. ഇനി എത്ര ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്, 20 എണ്ണം ആണല്ലോ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. 86 വരെ അവിടെ ഓക്കെ ആണ്, ബാക്കി 20 എണ്ണം നമ്മൾ ഫില്ല് ചെയ്തു. അപ്പോൾ എസ്സിലേക്ക് ആദ്യം പോകുന്നു, ദെൻ n-2f, ലാസ്റ്റ് n-1d. n-1dയിൽ ഫുള്ള് എഴുതി വെക്കരുത് കേട്ടോ. 20 ഇലക്ട്രോൺസേ ആകെ ഉള്ളൂ. ഇപ്പോൾ 16 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആകെ എത്ര എണ്ണം ഫില്ല് ചെയ്താൽ മതി, 4 എണ്ണം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, 5f14 6d4 7s2 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ, റെഡ് ഓൺ 5f14 6d4 7s2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു അറ്റോമിക് നമ്പർ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒന്ന് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് ആ എലമെൻറ്റിൻ്റെ എന്താണ് ബ്ലോക്ക് ഏതാണ്, അത് ഏത് ഗ്രൂപ്പിലായിരിക്കും, ഏത് പീരീഡിലായിരിക്കും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് ട്രെൻഡ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അവിടെ നമ്മൾ പഠിക്കുന്ന കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയും. അറ്റോമിക് റേഡിയസ്, അതായത് ഒരാറ്റത്തിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സൈസ്. നമുക്കറിയാം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് പുറമേയുള്ള ഓർബിറ്റലുകളിലൂടെ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ തൊട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, റേഡിയസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കേണ്ടത് റേഡിയസിൻ്റെ ഡെഫിനേഷൻ ഒന്നും അല്ല കേട്ടോ. നമുക്ക് പഠിക്കേണ്ടത് എന്താ, ഇതിൻ്റെ ട്രെൻഡ് പഠിക്കണം അല്ലേ. അപ്പോൾ അതാണ് പീരിയോഡിക് ട്രെൻഡ് എന്നാണ് നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ട്രെൻഡ്, ലെഫ്റ്റ് ടു റൈറ്റ് എലമെൻസിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യും കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട് അറ്റോമിക് സൈസ് ജനറലി ഡിക്രീസസ് എക്രോസ് ദി പീരീഡ്. എക്രോസ് ദി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ്സ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് പീരീഡ് ഹൈഡ്രജനും ഹീലിയം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പീരീഡുകളിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ റേഡിയസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റെഗുലർ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ NCERT-ൽ ഒരു ഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. റെഗുലർ ആയിട്ട് സെക്കൻഡ് പീരീഡ് എലമെൻറ്റുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. റെഗുലർ ആയിട്ട് താഴേക്ക് റേഡിയസ് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അവിടെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ആണല്ലോ. ഇനി അതിൻ്റെ റീസണും കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കൂടും കേട്ടോ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് ആണ്, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുക, റേഡിയസ് കുറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് പഠിക്കുക. ദെൻ ഡൗൺ ദി ഗ്രൂപ്പ്. ഡൗൺ ദി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, 18 ഗ്രൂപ്പുകളുണ്ട് നമുക്ക് അല്ലേ. ഈ 18 ഗ്രൂപ്പിലും ഒരു താഴേക്ക് ഉള്ള എലമെൻറ്റുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു ആൽക്കലി മെറ്റൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇത്രയുമാണ് ആ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ്. അപ്പോൾ ഈ 6 പേരുടെ റേഡിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും, ഡൗൺ ദി ഗ്രൂപ്പിൽ അല്ലേ, ടോപ്പ് ടു ബോട്ടം നമ്മൾ നോക്കുമ്പോഴത്തേക്കും റേഡിയസ് റെഗുലർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും അല്ലേ. റേഡിയസ് ഇൻക്രീസ് ചെയ്യും, കാരണം എന്താ, ഷെല്ലിൻ്റെ നമ്പർ കൂടുകയാണ് അല്ലേ. ഈ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ നിൽക്കുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ആ ഷെല്ലിൻ്റെ നമ്പർ കൂടുന്നു, അതായത് നമ്മുടെ ഷെല്ല് ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ലെഫ്റ്റ് ടു റൈറ്റ് റേഡിയസ് ഡിക്രീസസ്, ഡൗൺ ദി ഗ്രൂപ്പ് റേഡിയസ് ഇൻക്രീസസ്. ഇതാണ് റേഡിയസിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. അത് അറ്റോമിക് റേഡിയസ് ആണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒരു റേഡിയസ്, അതായത് അയോണിക് റേഡിയസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്താണ് ഈ അയോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂട്രൽ ആറ്റം സോഡിയം ഒരു ആൽക്കലി മെറ്റലാണ്. ഈ സോഡിയം ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ അയണൈസേഷൻ പ്രോസസ്സ് എന്ന് പറയും. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ഇതൊരു കാറ്റയോൺ ആയി മാറും. നമ്മൾ അതിനെ എന്ത് വിളിക്കും, Na+ എന്ന് വിളിക്കും.
അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ഒരു ഇലക്ട്രോൺ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലായിരിക്കും. പ്രോട്ടോൺ പോയിട്ടില്ല, ഇലക്ട്രോൺ ആണ് പോയത്. അപ്പോൾ എന്ത് പറ്റും? ഈ പ്രോട്ടോണിൻ്റെ അട്രാക്ഷൻ, ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കൂടുകയും റേഡിയസ് കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി, ഒരു ന്യൂട്രൽ ആറ്റവും അതിൻ്റെ കാറ്റയോണും കാണുമ്പം നമ്മൾ മനസ്സിലാക്കുക ന്യൂട്രൽ ആറ്റത്തെക്കാളും ചെറുതാണ് അതിൻ്റെ കാറ്റയോൺ. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് കാറ്റയോൺ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി പേരൻ്റ് ആറ്റം. ഓക്കെ, പേരൻ്റ് ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂട്രൽ ആറ്റം ആണ് കേട്ടോ. അപ്പോൾ ന്യൂട്രൽ ആറ്റത്തേക്കാൾ ചെറുതാണ് അതിൻ്റെ കാറ്റയോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അതേപോലെ ഞാനൊരു ഹാലജൻ എഴുതാണ്, ക്ലോറിൻ ഹാലജനാണ്. ഹാലജൻസിൻ്റെ പ്രത്യേകത, ഇവർ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇവർക്ക് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് സ്റ്റേബിൾ ആകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് ആനയോൺ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഇലക്ട്രോൺ ഒരെണ്ണം എക്സ്ട്രാ വന്നു. അപ്പോൾ എന്ത് പറ്റും? അട്രാക്ഷൻ കുറഞ്ഞു പോകും അല്ലേ? ന്യൂക്ലിയസിനകത്തുള്ള പോസിറ്റീവ് ചാർജ് കുറവാണ്, പക്ഷേ നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ കുറഞ്ഞു പോവുകയും അതിൻ്റെ ഫലമായിട്ട് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കാറ്റയോൺ എപ്പോഴും ന്യൂട്രൽ ആറ്റത്തേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആനയോണിൻ്റെ കേസ് വരുമ്പം നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് പഠിക്കുക. എന്താണ്? ആനയോൺ ഈസ് ലാർജർ ദാൻ പേരൻ്റ് ആറ്റം. ഈസി അല്ലേ? കാറ്റയോൺ എപ്പോഴും പേരൻ്റ് ആറ്റത്തേക്കാളും ചെറുതാണ്, ആനയോൺ എപ്പോഴും പേരൻ്റ് ആറ്റത്തേക്കാൾ വലുതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി കണക്ട് ചെയ്തത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അയഡിനെ എടുത്തിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം അയഡിൻ എന്ന് പറയുന്ന എലമെൻറ്റിന് രണ്ട് ടെൻഡൻസി ഉണ്ട്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനും സാധിക്കും, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ I+ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, I- എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് സൈസിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞവരെ ചോദിക്കും. അയഡിൻ തരും, I+ തരും, I- തരും. ഒരു കൺഫ്യൂഷനും വേണ്ട, I- ആണ് ഏറ്റവും വലുത്. I- കഴിഞ്ഞാൽ നമ്മുടെ അയഡിൻ തന്നെയാണ്. പക്ഷേ അയഡിനേക്കാൾ സൈസ് കുറവായിരിക്കും I+ന്. മനസ്സിലായോ? കാറ്റയോണിന് ഏറ്റവും സൈസ് കുറവ്. ന്യൂട്രൽ ആറ്റം മിഡിലായിട്ട് കൊടുക്കുക. ആനയോൺ ഈസ് ലാർജർ. കറക്റ്റ് ആണല്ലോ? അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലുമൊക്കെ അയോൺസും ന്യൂട്രൽ ആറ്റവും തമ്മിൽ ഒരു കമ്പാരിസൺ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എഴുതുക. ആനയോൺ ഈസ് ലാർജർ ദാൻ പേരൻ്റ് ആറ്റം, കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ പേരൻ്റ് ആറ്റം. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കൺസെപ്റ്റാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് കേട്ടോ. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഒരു കളക്ഷൻ. കുറച്ച് അയോൺസ് കാണും, ന്യൂട്രൽ ആറ്റം കാണും, പക്ഷേ ഇവർ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. എന്താണ്? ഇവിടെ എല്ലാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആയിരിക്കും. ഇപ്പം ഞാൻ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ഇങ്ങനെ ഞാൻ എഴുതിയാൽ ഒരിക്കലും ഇവർ ഐസോ ഇലക്ട്രോണിക് ഒന്നും അല്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിഫറെൻ്റ് ആണ്. നൈട്രജന് 7 പ്രോട്ടോണും 7 ഇലക്ട്രോണും ആണ്, ഓക്സിജന് 8 ആണ് ഇലക്ട്രോൺ, ഫ്ലൂറിന് 9 ആണ്, നിയോണിന് 10 ആണ്. പക്ഷേ എനിക്ക് ഇവരെ ഐസോ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ. നൈട്രജൻ്റെ മുകളിൽ ഞാനൊരു 3- എന്നിട്ട് കൊടുത്താൽ മീനിങ് എന്താ? 3 ഇലക്ട്രോൺ ഇതിലേക്ക് വന്നു അല്ലേ? 3 ഇലക്ട്രോൺ എക്സ്ട്രാ വരുമ്പോഴാണ് 3-. ഓരോ ഇലക്ട്രോണിനും ഓരോ നെഗറ്റീവ് ചാർജ് അല്ലേ കൊടുക്കുക. അപ്പോൾ N3- ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റോമിക് നമ്പർ 7 ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാകും? 10 ആകും. ഓക്സിജൻ്റെ മുകളിൽ ഞാൻ O2- എന്ന് എഴുതുമ്പം അവിടെയും ഇലക്ട്രോൺസ് എത്രയാകും? 10 ആകും. ഫ്ലൂറിൻ്റെ മുകളിൽ മൈനസ് എന്ന് കൊടുത്താൽ അതും 10 ആണ്. നിയോൺ ഓൾറെഡി 10 ആണല്ലോ. അപ്പം ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നതിനെയാണ് എന്ത് പറയുക? ഐസോ ഇലക്ട്രോണിക്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിൽ ഇങ്ങനെ തരാറുണ്ട്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഐസോ ഇലക്ട്രോണിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അവിടെ നിന്ന് ചോദിക്കുന്ന ഈ ഐസോ ഇലക്ട്രോണിക് പെയറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സൈസിനെ കുറിച്ച് ചോദിക്കും. ഇവരെ തന്നിട്ട് ഇവർക്ക് സെയിം സൈസ് ആണോ? പലരും ഓർക്കാറുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണല്ലോ, അപ്പോൾ സൈസും സെയിം ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. എന്താണ്? സൈസ് നമ്മുടെ അറ്റോമിക് നമ്പറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ഞാൻ പറഞ്ഞു അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിൻ്റെ നമ്പറാണ് അതല്ലേ? അപ്പോൾ ന്യൂക്ലിയർ ചാർജും സൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം ഇതിൽ ആർക്കാണോ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കുറവ് അയാളാണ് ഇതിനകത്ത് ലാർജസ്റ്റ്. അപ്പോൾ ഈ 4 പേരിൽ ആരാ ലാർജസ്റ്റ് അയോൺ? ഇതിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ആൾ N3- ആയിരിക്കും. ഓക്കെ, N3-, കാരണം അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് 7 അല്ലേ ഉള്ളൂ. അറ്റോമിക് നമ്പറും സൈസും എന്താണ്? ഇൻവേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ലാർജസ്റ്റ് N3- ആണ്, സ്മോളസ്റ്റ്
നിയോൺ ആണെന്ന് പറയാം കേട്ടോ, ന്യൂട്രൽ ആറ്റം ആണ്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റയോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ സോഡിയം തന്നു, അപ്പോൾ സോഡിയം ഇതിൻ്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ സോഡിയത്തിന് 11 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ Na+ എന്ന് എഴുതിയാൽ ഇത് 10 ആകും. ഓക്കെ, Na+, പക്ഷേ ഇതിന് സൈസ് ഏറ്റവും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ കാറ്റയോണിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറ്റയോണിന് സൈസ് കുറവ്, ആനയോണിന് സൈസ് കൂടുതൽ. അപ്പോൾ ആ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു റിലേഷനാണ്. എന്താണ്? സൈസ് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയർ ചാർജ്. അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി കറക്റ്റ് ഓർഡർ ഓഫ് ദി ഡിക്രീസിങ് അയോണിക് റേഡിയസ് എമംഗ് ദി ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അല്ലേ, ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നവരെല്ലാവരും ഐസോ ഇലക്ട്രോണിക് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ സൈസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമുക്ക് ചിലപ്പം ഇവരുടെ അറ്റോമിക് നമ്പർ, നേരത്തെ ഞാൻ എഴുതിയത് അറ്റോമിക് നമ്പറിൻ്റെ ഇൻവേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ അത് ചെയ്ത് കാണിച്ചത്. ഇനി ഞാനിവിടെ വേറൊരു കാര്യം പറഞ്ഞുതരാം, അതൊന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഇപ്പം കാറ്റയോൺ അല്ലേ, 2 കാറ്റയോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? Ca2+ ഉണ്ട്, K+ ഉണ്ട്. പിന്നെ 2 ആനയോൺസ് ഉണ്ട്. ആരൊക്കെയാണ്? S2- ഉണ്ട്, Cl- ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ കാറ്റയോൺസ് സൈസ് കുറവല്ലേ, പക്ഷേ അതിനകത്ത് പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്താൽ സൈസ് കുറയും. മനസ്സിലായോ? പോസിറ്റീവ് ഐസോ ഇലക്ട്രോണിക്കിലെ ഈ 2 പോസിറ്റീവ് ചാർജ് ഉള്ള 2 പേരുണ്ട്, K+ ഉണ്ട്, Ca2+ ഉണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണോ പോസിറ്റീവ് ചാർജ് കൂടുതൽ അയാൾക്കായിരിക്കും സൈസ് ഏറ്റവും കുറവ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാർ വലുതാണല്ലോ, സൈസ് കൂടുതലാണ്, ആനയോൺസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ സൈസ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ ഒന്നും അറിയാതെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻക്രീസസ്, സൈസ് ഡിക്രീസസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ്, സൈസ് ഓൾസോ ഇൻക്രീസസ്. ഈസി അല്ലേ? അപ്പം ഈ തന്നേക്കുന്നതിനകത്ത് ഏറ്റവും വലുതാരാ? നെഗറ്റീവ് ചാർജ് ഏറ്റവും കൂടുതലുള്ള S2- ആയിരിക്കും ഏറ്റവും വലുത് ആണല്ലോ. S2- കഴിഞ്ഞാൽ ഉടനെ ആരെ എഴുതണം? Cl- എഴുതണം. ദെൻ നിങ്ങൾ എഴുതേണ്ടത് K+ ആയിരിക്കും. ലാസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഏതായിരിക്കും? Ca2+ ആയിരിക്കും. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടി നിങ്ങൾ അറ്റോമിക് നമ്പർ വല്ലതും എഴുതി വെച്ച് റിവേഴ്സ് ഓർഡർ ആക്കേണ്ട ആവശ്യം വന്നോ? ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പോയിന്റുകളിലൂടെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അറ്റോമിക് നമ്പർ എഴുതി അറേഞ്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പം ചിലപ്പോൾ അറ്റോമിക് നമ്പർ ഇതിപ്പം ലൈറ്റർ എലമെൻറ്റുകളാണ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു താഴത്തെ റോയിലെ ഒരു ഹെവിയർ എലമെൻറ്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് നമ്പർ അറിയില്ല. പക്ഷേ അവർ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു പോയിന്റ് തരും, ഐസോ ഇലക്ട്രോണിക്. അപ്പോൾ അവരത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് രീതിയിലാണ്? ഈ ചാർജ് നോക്കിയാൽ എഴുതേണ്ടത് കേട്ടോ. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻക്രീസസ്, സൈസ് ഡിക്രീസസ്. അല്ലേ, +1 +2 +3 ചാർജ് ഉണ്ടെങ്കിൽ +3 ആളാണ് ഏറ്റവും ചെറുത്. -1 -2 -3 ചാർജ് ഉണ്ടെങ്കിൽ -3 ആണ് ഏറ്റവും വലുത്. അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ്, സൈസ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. S2- ഗ്രേറ്റർ ദാൻ Cl-, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ K+, ദെൻ ലീസ്റ്റ് സൈസ് ഉള്ളത് ആരാണ്? Ca2+ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദി വാലൻസ് ഇലക്ട്രോൺ ഫ്രം ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. എക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റമാണ്. ഈ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. അപ്പം ആ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന എനർജി, അല്ലെങ്കിൽ ആറ്റം കുറച്ച് എനർജി അബ്സോർബ് ചെയ്തു. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇലക്ട്രോൺ പോയി അതൊരു അയോൺ ആയിട്ട് മാറുന്നു. അല്ലേ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനു വേണ്ടി അബ്സോർബ് ചെയ്ത ഈ എനർജി ഉണ്ടല്ലോ, ΔIH എന്നൊക്കെ എഴുതും. ആ എനർജിയുടെ പേരാണ് എന്ത്? അയണൈസേഷൻ എനർജി. ഓക്കെ, അപ്പം അയണൈസേഷൻ എനർജി എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. kJ/mol എന്നാണ് യൂണിറ്റ്. അപ്പം ഇതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ റേഡിയസിൻ്റെ ട്രെൻഡ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റേഡിയസിൻ്റെ ട്രെൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ പഠിക്കുക കേട്ടോ. അല്ലാതെ ഡിക്രീസസ് ഇൻക്രീസസ് എന്ന് പറഞ്ഞ് എല്ലാം പഠിച്ചു വയ്ക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പക്ഷേ നമുക്ക് തിരിഞ്ഞു പോകാതെ പഠിക്കാം. എന്താണ്? റേഡിയസ് തറവായിട്ട് പഠിക്കുക. എന്താണ്? റേഡിയസ് ലെഫ്റ്റ് ടു റൈറ്റ് കുറയും. അപ്പോൾ റേഡിയസിനോട് ഇൻവേഴ്സ് ആണ് എന്ത്? അയണൈസേഷൻ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എനർജി ഇൻക്രീസ് ആണ്, ഡൗൺ ദി ഗ്രൂപ്പിൽ ഇത് ഡിക്രീസ് ആണ്. ഓക്കെ അല്ലേ?
നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അവിടെ ഒരു പോയിന്റ് ഞാൻ മിസ് ചെയ്തു. പോയിന്റ് ഇതാണ്, നമ്മുടെ അയണൈസേഷൻ എനർജിയുടെ വാല്യൂസ് നമ്മൾ നോക്കുമ്പം സ്റ്റേബിൾ എലമെൻറ്റുകൾക്ക് ഈ വാല്യൂ വളരെ കൂടുതലായിരിക്കും എന്നൊരു പോയിന്റ് ഉണ്ട്. എന്താണ് സ്റ്റേബിൾ എലമെൻറ്റ്? സ്റ്റേബിൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ഹാഫ് ഫിൽഡ് ആരാ? ഹാഫ് ഫിൽഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോബിൾ ഗ്യാസുകൾ NB6 വരുന്നത് കൊണ്ട് ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ളത് ആർക്കാ? നോബിൾ ഗ്യാസിനാണ്. അതേപോലെ ഈ പി ബ്ലോക്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ എത്തുമ്പം ആ ഗ്രൂപ്പിൻ്റെ നമ്പർ ഗ്രൂപ്പ് 15 എന്നാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ നൈട്രജൻ ഫാമിലി എന്നാണ് പറയുക. അപ്പം അവരുടെ ഒരു പ്രത്യേകതയാണ് NB3 അല്ലേ. NB3 മീൻസ് നമുക്ക് 3 p ഓർബിറ്റൽസ് ആണ്. ഈ ഓരോ p ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹാഫ് ഫിൽഡ് അല്ലേ. 2 പേര് വീതം ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് എന്ന് പറയും, ഒരാൾ വീതം ഉണ്ടെങ്കിൽ എന്ന് പറയും ഹാഫ് ഫിൽഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻസോ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻസോ ഒക്കെ വരുവാണെങ്കിൽ അവരുടെ അയണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും? വളരെ വളരെ ഹൈ ആയിരിക്കും. ആ പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? Which electronic configuration of neutral atom will have the highest ionization potential? നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഒന്ന് വായിക്കാം. എ എന്താണ്? 1s2 2s2 2p1 ആണ്. ബി എന്ന് പറയുന്നത് 1s2 2s2 2p3 ആണ്. ദെൻ 1s2 2s2 2p2 ഉണ്ട്, 1s2 2s2 2p4 ഉണ്ട്, 1s2 2s1 ഉണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണ് അയണൈസേഷൻ എനർജി കൂടുതൽ? ആർക്കാ? ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഒരാൾ സ്റ്റേബിൾ ആണ് അല്ലേ. വേറെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആരുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഏതാ എടുക്കാൻ പറ്റുന്നത്? ഹാഫ് ഫിൽഡ് ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ അയണൈസേഷൻ എനർജി ഹൈ ആയിരിക്കും അല്ലേ. അപ്പോൾ ആരാ ഹാഫ് ഫിൽഡ്? 1s2 2s2 2p3. നോക്കിക്കേ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 7 അല്ലേ. അതാരാ? നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളത് നൈട്രജൻ ആണ്. കാരണം പറഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ അല്ലേ. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ് ആൻസർ അത് വന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതും അയണൈസേഷൻ എൻതാൽപ്പി റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. IE1 ആൻഡ് IE2 മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എനർജി ഓഫ് മഗ്നീഷ്യം എന്നാണ്. അപ്പോൾ അതിൽ IE1 എന്ന് പറയുന്നത് 178 ആണ്, IE2 എന്ന് പറയുന്നത് 348 ആണ്. എനർജി റിക്വയർഡ് ഫോർ ദി റിയാക്ഷൻ മഗ്നീഷ്യം ഗീവ്സ് Mg2+. അതായത് ഇവിടെ ശ്രദ്ധിച്ചേ, 2 സ്റ്റെപ്പുകളാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ മഗ്നീഷ്യത്തിൻ്റെ ഒരു ഇലക്ട്രോൺ അങ്ങ് പോയി. അപ്പോൾ എന്തായി? മഗ്നീഷ്യം ഗീവ്സ് എന്ത് വന്നു? Mg+ എന്ന് വന്നു. അതിനാവശ്യമായി വന്ന എനർജി, അതിൻ്റെ ആ ഒരു റിയാക്ഷനിൽ അബ്സോർബ് ചെയ്ത എനർജിയാണ് 178. ഇനി ഒരു ഇലക്ട്രോൺ പോയതിന് ശേഷമുള്ള അയോൺ ആണ് ഏത്? Mg+ൽ നിന്ന് വീണ്ടും ഇലക്ട്രോൺ പോകാൻ രണ്ടാമത് ആവശ്യം വന്ന എനർജി അതാണ് 348. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇത് 2 സ്റ്റെപ്പുകൾ ഒന്നിച്ച് കാണിച്ചേക്കാണ് അല്ലേ. മഗ്നീഷ്യം 2+ ആകുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും കൂടി വേണ്ടി വന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന 2 എനർജിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പറയുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് അയണൈസേഷൻ എനർജി, രണ്ടാമത്തെ സ്റ്റെപ്പിന് സെക്കൻഡ് അയണൈസേഷൻ എനർജി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഓവറോൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ആൻസർ വിൽ ബി 526 + 526. അയണൈസേഷൻ എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. നെഗറ്റീവ് ഓപ്ഷനിലേക്ക് നോക്കുക വേണ്ട, ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതിയാകും. സിമ്പിൾ അല്ലേ. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് അയണൈസേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നാണ് പറയുക. അത് ഇത്രയേ ഉള്ളൂ. റിയാക്ഷൻ അറിഞ്ഞിരിക്കുക. നമ്മുടെ ന്യൂട്രൽ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി വരുന്നു. ഇലക്ട്രോണിനെ പേര് തന്നെ കണ്ടോ, ഗെയിൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് ഒരു ആനയോൺ ആയിട്ട് മാറി. ആ സമയത്ത് റിലീസ് ആകുന്ന എനർജിയാണ് കേട്ടോ. ആ സമയത്ത് എനർജി റിലീസ് ആകുന്നു. അയണൈസേഷൻ്റെ ഡെഫിനേഷനകത്ത് നമ്മൾ എനർജി റിക്വയർഡ് എന്ന് പഠിച്ചു. ഇവിടെ എന്താ പഠിക്കുന്നത്? എനർജി റിലീസ്ഡ് എന്ന് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സുകൾ എക്സോതെർമിക് ആയിരിക്കും. ഇവിടുത്തെ വാല്യൂസ് എല്ലാം നോർമലി നെഗറ്റീവ് ആയിരിക്കും. എക്സോതെർമിക്ക് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ട്രെൻഡ് അയണൈസേഷൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. എന്താണ്? സൈസിനോട് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ആയിരിക്കും, ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ആയിരിക്കും. പിന്നെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ, ഇപ്പോൾ ഞാൻ HF മോളിക്യൂൾ വരയ്ക്കുന്നു. ഹൈഡ്രജനും ഫ്ലൂറിനും ഓരോ ഇലക്ട്രോണുകളെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഷെയർഡ് ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഡെഫിനിഷൻ നോക്കുക. ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അല്ലേ, 2 ആറ്റംസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇവർ ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോൺ ഇതിൻ്റെ കറക്റ്റ് മിഡിലല്ല, ഏതെങ്കിലും ഒരു ആറ്റത്തിനടുത്തേക്ക് നീങ്ങി വരും. ഇപ്പോൾ ഫ്ലൂറിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ നീങ്ങി വന്ന് ഫ്ലൂറിന് ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ്റെ അടുത്തു നിന്ന് ഇലക്ട്രോൺ പോയത് കൊണ്ട് ഹൈഡ്രജൻ ഒരു
പോസിറ്റീവ് ചാർജും വരും. നമ്മൾ പറയും പോളാർ നേച്ചർ ആണ് അല്ലേ, ഡൈപോൾ എന്നൊക്കെ പറയും. രണ്ട് എൻഡിലും രണ്ട് ചാർജ് സെപ്പറേഷൻ ഒക്കെ വന്നില്ലേ, അപ്പോൾ ഡൈപോൾ ആണ് അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾ ആണെന്നൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ആ ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതിൻ്റെ ട്രെൻഡും സൈസിനോട് ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം, ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ആയിരിക്കും, ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസ് ആയിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് പേജിൽ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു ഡാർക്ക് ബ്ലൂ കളറിൽ റേഡിയസിൻ്റെ ആരോ കൊടുത്തിട്ടുണ്ട് അല്ലേ, റേഡിയസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൂടുക, അതുകൊണ്ടാണ് ലെഫ്റ്റിലോട്ട് ഹെഡ് ചെയ്തേക്കുന്നത്. അതേസമയം ഡൗൺ ദി ഗ്രൂപ്പിലേക്ക് റേഡിയസ് ഇൻക്രീസ് ആണ് അല്ലേ. അപ്പോൾ ആ റേഡിയസിൻ്റെ ആ രണ്ട് എന്താ ഇതാണ് കേട്ടോ റേഡിയസിൻ്റേത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അയണൈസേഷനും ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും പറയാം കേട്ടോ. അപ്പോൾ അയണൈസേഷൻ, ഇലക്ട്രോൺ അഫിനിറ്റി. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ തന്നെ വേറൊരു പേരാണ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രെൻഡ് റേഡിയസിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ അല്ലേ, റേഡിയസിൻ്റെ ആരോ താഴെയുണ്ട്, അയണൈസേഷൻ്റെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും ആരോ മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റേഡിയസിൻ്റെ ട്രെൻഡ് മാത്രം കറക്റ്റായിട്ട് പഠിക്കുക, എന്നിട്ട് അയണൈസേഷനെ കുറിച്ചോ ഇലക്ട്രോൺ അഫിനിറ്റിയെ കുറിച്ചോ ചോദിക്കുമ്പോൾ അത് നേരെ റിവേഴ്സ് ചെയ്ത് പറഞ്ഞേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോവുക. ഇതിൽ നിന്നാണ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബോണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എലമെൻറ്റുകളെ കുറിച്ച് പഠിച്ചു. ഇവിടെ നമ്മൾ പറയുകയാണ് നമ്മുടെ ഈ എലമെൻറ്റുകളൊന്നും എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കത്തില്ല. പിന്നെ എങ്ങനെ ഇരിക്കുക, അവർ കമ്പൈൻ ചെയ്തിരിക്കും അല്ലേ. നമ്മളൊരു ഹൈഡ്രജൻ ഗ്യാസ് എന്ന് എഴുതാൻ പറയുമ്പോഴും ഓക്സിജൻ ഗ്യാസ് എന്ന് എഴുതാൻ പറയുമ്പോഴും ഒക്കെ നമ്മൾ രണ്ടെണ്ണം ചേർത്ത് എഴുതും അല്ലേ. H2 O2 N2 എന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് എഴുതും അല്ലേ. ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് ഇവരെ ഇരുത്താറില്ല. കാരണം എന്താ, ഇവർക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല, ഇവർ കമ്പൈൻ ചെയ്താണ് ഇരിക്കുക അല്ലേ. അപ്പോൾ ഇവർ കമ്പൈൻ ചെയ്യുമ്പം ഇവർക്ക് ഇടയ്ക്ക് വരുന്ന ആ ഒരു അട്രാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കെമിക്കൽ ബോണ്ട്. ഓക്കെ, അപ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പം ആറ്റത്തിനിടയ്ക്ക് വരുന്ന അട്രാക്ഷന് നമുക്ക് എന്ത് പേര് പറയാം, കെമിക്കൽ ബോണ്ട്. ഒരു 5 ടൈപ്പ് ബോണ്ടുകളാണ് ശരിക്കും ഉള്ളത്. ആ ബോണ്ടുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അയോണിക് ബോണ്ട്, കൊവാലൻറ്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, മെറ്റാലിക് ബോണ്ട്. ഈ 5 ബോണ്ടുകളൊന്നും നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനില്ല കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ 2 എണ്ണമാണ്, അയോണിക് ആൻഡ് കോവാലൻറ്റ് അല്ലേ. അറിഞ്ഞിരിക്കുക, അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെയാണ് അല്ലേ. ഒരാൾ ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ടും അടുത്ത ആളിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. സോഡിയം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പം കാറ്റയോൺ ആകും, ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പം ആനയോൺ ആകും. നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾക്കിടയ്ക്ക് എപ്പോഴും ഒരു അട്രാക്ഷൻ കാണും. ആ അട്രാക്ഷന് നമ്മൾ കൊടുത്തേക്കുന്ന പേരാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അതേസമയം കൊവാലൻറ്റ് ബോണ്ട് അങ്ങനെയല്ല. കൊവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ കാരണം ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയല്ല, എന്താണ് മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അല്ലേ. ആ ഫിഗർ നോക്കുക. ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് കൊവാലൻറ്റ് ബോണ്ടിലൂടെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഓരോ ഇലക്ട്രോണുകളെ അവർക്കുള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ ഇലക്ട്രോണുകളെ അങ്ങ് ഷെയർ ചെയ്തെടുക്കുകയാണ് അല്ലേ. ആ ഓവർലാപ്പിംഗ് റീജിയണിൽ ആ ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട് അല്ലേ. ഓക്സിജൻ ആണെങ്കിൽ അവർ 2 ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്തിട്ടാണ് ഇരിക്കുക. നൈട്രജൻ ആണെങ്കിലോ 3 ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും മ്യൂച്വൽ ഷെയറിങ്ങിലൂടെ ഫോം ചെയ്യുന്ന ബോണ്ടിൻ്റെ പേരാണ് കൊവാലൻറ്റ് ബോണ്ട്. ഈ 2 ബോണ്ടുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ്, ഫജൻസ് റൂൾ ആണ്. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കൊവാലൻറ്റ് ക്യാരക്ടർ ഇൻ അയോണിക് കോമ്പൗണ്ട്. എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ചില കോമ്പൗണ്ടുകൾ അയോണിക്കാന്ന് പറയും, ചില കോമ്പൗണ്ടുകൾ കോവാലൻ്റ് ആണെന്ന് പറയും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു ബോണ്ടും 100% അയോണിക് എന്നോ 100% കോവാലൻ്റ് എന്നോ പറയാൻ സാധിക്കില്ല. ഈ 2 ക്യാരക്ടറും കോംപ്ലിമെൻ്ററി ആണ്. മനസ്സിലായോ? കോംപ്ലിമെൻ്ററി മീൻസ് എന്താ, ഒരു കോമ്പൗണ്ട് 70% അയോണിക് ആണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വേറൊരു മീനിങ് അവിടെ ഉണ്ട്. എന്താണ്, 70% അയോണിക് ആണോ 30% അത് കോവാലൻ്റ് ആയിരിക്കും. അതാണ് കോംപ്ലിമെൻ്ററി അല്ലേ. കോവാലൻ്റ് ക്യാരക്ടർ ആൻഡ് അയോണിക് ക്യാരക്ടർ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ എന്ന് പറയും. അപ്പോൾ ഫജൻസ് റൂളിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു കോമ്പൗണ്ട് തന്നിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓപ്ഷൻസിൽ ഇങ്ങനെ കോമ്പൗണ്ടുകൾ 4-5 എണ്ണം തരും. എന്നിട്ട് അതിൽ ആരാണ് മോസ്റ്റ് കോവാലൻ്റ് അല്ലെങ്കിൽ ആരാണ് മോസ്റ്റ് അയോണിക് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതെങ്ങനെയും ചോദിച്ചോട്ടെ, നമ്മൾ കോവാലൻ്റ് ആകുന്നത് എപ്പോഴാണെന്ന് പഠിക്കാം കേട്ടോ. കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്നത് എപ്പോഴാണ്? ഇവിടെ നോക്കിക്കേ, കോവാലൻ്റ് ക്യാരക്ടർ കൂടുകയെന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ കൂടുക എന്നാണ് കേട്ടോ. അപ്പോൾ പോളറൈസേഷൻ കൂടിയാൽ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. അപ്പോൾ എന്താണ് ഈ പോളറൈസേഷൻ കൂടുന്നത് എപ്പോഴാണ്? ആനയോണിന് സൈസ് കൂടുതലാണെങ്കിലും കാറ്റയോണിന് സൈസ് കുറവാണെങ്കിലും പോളറൈസേഷൻ കൂടും. അതായത് നിങ്ങൾ നോക്കേണ്ടത് സ്മോൾ കാറ്റയോൺ അല്ലെങ്കിൽ
ലാർജ് ആനയോൺ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ് മോസ്റ്റ് കോവാലൻ്റ് എന്ന് പഠിക്കുക. അപ്പോൾ ഈ മോസ്റ്റ് കോവാലൻറ്റിൻ്റെ മീനിങ്ങും കൂടെ ഞാനിവിടെ എഴുതിയിടാം. കാരണം ക്വസ്റ്റ്യൻസിൽ എപ്പോഴും കോവാലൻ്റ് എന്ന് ചോദിക്കില്ല, പകരം അയോണിക് എന്നും ചോദിക്കും. അപ്പോൾ ടെക്സ്റ്റിനകത്ത് ഇത് പറഞ്ഞേക്കുന്നത് കോവാലൻ്റ് ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്. അപ്പം കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്ന രീതിയിൽ പഠിക്കുക. അയോണിക് ചോദിക്കുന്ന കേസിൽ നമ്മൾ പറയുക കോംപ്ലിമെൻ്ററി ആണല്ലോ. അപ്പോൾ മോസ്റ്റ് കോവാലൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ലീസ്റ്റ് അയോണിക് എന്ന് വിളിക്കാം. ലീസ്റ്റ് കോവാലൻറ്റിനെ എന്ത് വിളിക്കാം? മോസ്റ്റ് കോവാലൻ്റ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പം ചാർജ് കൂടിയാൽ കോവാലൻ്റ് ക്യാരക്ടർ കൂടും കേട്ടോ. ചാർജ് കൂടുതലാണെങ്കിൽ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. അതേസമയം സൈസിൻ്റെ കേസിൽ ചെറിയൊരു കാര്യമുണ്ട്. കാറ്റയോൺ സ്മോളും ആനയോൺ ലാർജും വരുമ്പോഴാണ് കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ക്വസ്റ്റ്യൻ ഇതാണ്: ലിഥിയം ക്ലോറൈഡ്, ബെർലിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് റുബീഡിയം ക്ലോറൈഡ്, ദി കോമ്പൗണ്ട് വിത്ത് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് അയോണിക് ക്യാരക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇതിനകത്ത് ആനയോൺ എല്ലാം ക്ലോറിനാണ്. അപ്പോൾ നോക്കണ്ട, നിങ്ങൾ കാറ്റിയോണുകൾ നോക്കുക. ലിഥിയം, ബെർലിയം, മഗ്നീഷ്യം, റുബീഡിയം. ഇതിൽ ലിഥിയവും റുബീഡിയവും ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരിക. റുബീഡിയം ഒക്കെ ആ ഗ്രൂപ്പിൽ ഏറ്റവും താഴെ വരുന്ന സൈസ് വളരെ കൂടുതലുള്ള ആളാണ് കേട്ടോ. അതേസമയം ബെർലിയോ മഗ്നീഷ്യോ ഒക്കെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന സൈസ് കുറഞ്ഞ ആൾക്കാരാണ്. ഈ തന്നേക്കുന്ന 4 പേരിൽ ഏറ്റവും ചെറുത് ബെർലിയവ അല്ലേ. റൈറ്റിലോട്ട് പോകുമ്പോൾ സൈസ് കുറയല്ലേ, അപ്പോൾ ലിഥിയത്തേക്കാൾ ചെറുതാണ് ബെർലിയം. അപ്പോൾ ഈ ബെർലിയം ആണ് സ്മോൾ എങ്കിൽ ബെർലിയത്തിൻ്റെ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് മോസ്റ്റ് കോവാലൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അയോണിക് ക്യാരക്ടർ എന്നല്ലേ. അപ്പോൾ മോസ്റ്റ് കോവാലൻ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ എന്ത് പഠിച്ചു, എങ്ങനെ എഴുതി വെക്കണം? അത് ലീസ്റ്റ് അയോണിക് ആണ്. അപ്പോൾ ആരാ ലീസ്റ്റ് അയോണിക്? ബെർലിയം ക്ലോറൈഡ്. റുബീഡിയം അല്ലേ ഏറ്റവും വലുത്. അപ്പോൾ റുബീഡിയത്തിൻ്റെ കേസിൽ നമുക്ക് എന്ത് പഠിച്ചു വയ്ക്കാം? ദാറ്റ് ഈസ് മോസ്റ്റ് അയോണിക് എന്നും പഠിച്ചു വയ്ക്കാം. അപ്പോൾ സൈസ് കൂടിയ കാറ്റയോൺ വന്നാൽ മോസ്റ്റ് അയോണിക് ആയിരിക്കും. സൈസ് കുറഞ്ഞ കാറ്റയോൺ വന്നാൽ അത് ലീസ്റ്റ് അയോണിക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് RbCl ആൻഡ് BeCl2. മോസ്റ്റ് അയോണിക് RbCl, ലീസ്റ്റ് അയോണിക് BeCl2. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. അപ്പം കാറ്റയോൺ ചെറുതാണെങ്കിൽ കോവാലൻറ്റ്, കാറ്റയോൺ വലുതാണെങ്കിൽ അയോണിക്. ആ രീതിയിൽ നിങ്ങളിത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് തിയറീസ്, VSEPR തിയറി എന്താണ്? നമ്മൾ മോളിക്യൂളുകളുടെ ബോണ്ട് ഇപ്പോൾ പഠിച്ചു അല്ലേ. ഇനി മോളിക്യൂളിൻ്റെ ഷേപ്പ് ചോദിക്കുമ്പം ആ ഷേപ്പ് കറക്റ്റായിട്ട് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിയറിയുടെ പേരാണ് VSEPR തിയറി. അതായത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്നാണ് പറയുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു മോളിക്യൂളിൽ 2 ബോണ്ടുകളുണ്ട്. പക്ഷേ 2 ബോണ്ടുകളുള്ള മോളിക്യൂളുകൾ എപ്പോഴും ലീനിയർ ആണോ? അല്ല. അതിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് ബെൻഡ് ആയിട്ടിരിക്കും. ലോൺ പെയർ ഒന്നും ഇല്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ അല്ലെങ്കിൽ ബെർലിയം ക്ലോറൈഡ് മോളിക്യൂൾ, അതൊക്കെ എന്താണ്? ബെർലിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ലീനിയർ വരയ്ക്കും. പക്ഷേ ഇതേപോലെ 2 ബോണ്ടുകളുള്ള വാട്ടർ മോളിക്യൂളിനെ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ലീനിയർ ആയിട്ടല്ല വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക? ബെൻഡ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പിൽ വരയ്ക്കുക അല്ലേ. എന്തുകൊണ്ടാണ് വാട്ടറിന് ലീനിയർ ആയിട്ട് ഇരിക്കാൻ പറ്റാത്തത്? അവിടെ ലോൺ പെയേഴ്സ് ഉണ്ട് അല്ലേ. ഓക്സിജനിൽ 2 ലോൺ പെയേഴ്സ് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അവർ ആ ലോൺ പെയറുകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയാണ് ഇത് ബെൻഡ് ചെയ്തു പോയത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു മോളിക്യൂളിലെ ബോണ്ട് പെയർ എത്ര, ലോൺ പെയർ എത്ര എന്ന് നോക്കി ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് പറയാൻ യൂസ് ചെയ്യുന്ന തിയറിയുടെ പേരാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഒരു ടേബിൾ നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. ഞാൻ പറഞ്ഞ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്പർ ഓഫ് ബോണ്ട് പെയർ 2, പക്ഷേ ലോൺ പെയർ 0. അപ്പോൾ എന്താണ്? ലീനിയർ ആണ്. പക്ഷേ ഈ 2 ബോണ്ട് പെയറിനോടൊപ്പം 1, 2, 3 ലോൺ പെയർ ഒക്കെ വന്നു. അപ്പോൾ അവിടെ എന്താണ്? ബെൻഡ് ഷേപ്പിലാണ് കേട്ടോ, ബെൻഡ് ഷേപ്പ്. 3 ലോൺ പെയർ വരുന്ന കേസിൽ അത് ലീനിയർ ആകും. പിന്നെ 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും, 3 ബോണ്ട് അല്ലേ, ഒരു BF3 ഒക്കെ നമ്മൾ വരയ്ക്കുകയാണ്. 3 ബോണ്ട് പെയർ ഉണ്ട്, ലോൺ പെയർ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രയഗണൽ പ്ലാനാർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ട്രയഗണൽ പ്ലാനാർ. പക്ഷേ ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് പിരമിഡൽ അല്ലെങ്കിൽ T ഷേപ്പ് ആയിരിക്കും. പിന്നെ 4 ബോണ്ട് പെയർ വന്നാൽ ടെട്രാഹിഡ്രൽ വരാം. ഇനി 4 ബോണ്ട് പെയറിനോടൊപ്പം ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ, ഇപ്പം 4 ബോണ്ട് പെയർ ഇങ്ങനെയുണ്ട്. SF6 എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു മോളിക്യൂളാണ് SF6 അല്ലേ. 4 ബോണ്ടുകൾ ഇങ്ങനെ നിൽക്കും. ഇവിടെ ഒരു ലോൺ പെയർ നിൽക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇങ്ങനെ ഒരു ഷേപ്പിനെ പറയുന്നത് നമുക്കറിയാം, പാർക്കിലെ സീസോ ഷേപ്പിലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് സീസോ ഷേപ്പ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ടെങ്കിൽ സ്ക്വയർ പ്ലാനാർ ഷേപ്പിലാണ് ഇരിക്കുക. 5 ബോണ്ട് പെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ബോണ്ട് പെയർ ഉണ്ടെങ്കിൽ സ്ക്വയർ ബൈ പിരമിഡലും, 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ടെങ്കിൽ സ്ക്വയർ പിരമിഡലും ആയിരിക്കും. ഓക്കെ, 5 ബോണ്ട് പെയറും 0 ലോൺ പെയറും ഉണ്ടെങ്കിൽ ട്രയഗണൽ പിരമിഡലും, 1 ലോൺ പെയർ ഉണ്ടെങ്കിൽ സ്ക്വയർ പിരമിഡലും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കണ്ടോ, ഐഡൻറ്റിഫൈ ദി T ഷേപ്ഡ് മോളിക്യൂൾ. കണ്ടോ, T ഷേപ്ഡ് മോളിക്യൂൾ ഏത്? അപ്പോൾ ഞാൻ പറഞ്ഞു BF3യിൽ 3 ബോണ്ട് പെയർ മാത്രം അല്ലേ, 3 ബോണ്ട് പെയർ മാത്രം വന്നാലുള്ള ഷേപ്പ് എന്നതാ? ട്രയഗണൽ പ്ലാനാർ. NH3യുടെ പ്രത്യേകത 3 ബോണ്ട് പെയർ ഉണ്ട്, പക്ഷേ NH3യിലെ നൈട്രജനിൽ ഒരു
ലോൺ പെയർ ഇല്ലേ? അപ്പോൾ ലോൺ പെയറും കൂടി വന്നുകൊണ്ട് നമ്മൾ ഷേപ്പ് മാറ്റി പറയണം, എന്താണ്? പിരമിഡലാണ്. NH3 പോലെ തന്നെ ആയിരിക്കും NF3, വ്യത്യാസമൊന്നുമില്ല, അതും പിരമിഡലാണ്. PCl3 നൈട്രജൻ ഫാമിലിയിലെ എലമെൻറ്റ് തന്നെയല്ലേ ഫോസ്ഫറസ്, അപ്പോൾ അതും എന്താണ്? പിരമിഡലാണ്. പക്ഷേ ClF3 പ്രത്യേകം ശ്രദ്ധിക്കണം, 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ക്ലോറിന് 7 ഇലക്ട്രോൺ ഇല്ലേ, അപ്പോൾ അവിടെ 2 ലോൺ പെയർ വരും. അപ്പോൾ കിട്ടുന്ന ഒരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിൻ്റെ പേരാണ് T ഷേപ്പ്. ClF3യുടെ ഷേപ്പ് T ഷേപ്പാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. BF3 ട്രയഗണൽ പ്ലാനാർ, NH3 എന്താണ്? പിരമിഡൽ. അതേപോലെ ഇത് ClF3 ആണ് കേട്ടോ. ClF3യുടെ ഷേപ്പ് എന്താ കാണുന്നത്? ഇങ്ങനെയല്ലേ, അപ്പോൾ T ഷേപ്പ് എന്നാണ് പറയുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ഒരു തിയറിയാണ് ഹൈബ്രിഡൈസേഷൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില മോളിക്യൂളുകളൊക്കെ തന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP ആണോ, SP2 ആണോ, SP3 ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് നോക്കുക, അറ്റോമിക് ഓർബിറ്റിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ. എസും പിയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്, ഒരു എസും ഒരു പിയും ആണെങ്കിൽ നമ്മൾ SP എന്ന് പറയും, ഒരു എസും 2 പിയും ആണെങ്കിൽ SP2, ഒരു എസും 3 പിയും ആണെങ്കിൽ SP3, ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിക്കുമ്പം ഇത് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഇതാണ്: നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇതിനകത്ത് ഹാഫ് ഇൻറ്റു B+X - C+A എന്നാണ്. B+X - C+A, അതായത് വാലൻസ് ഇലക്ട്രോൺ, എലമെൻറ്റിൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പറും അതിൻ്റെ കൂടെയുള്ള സെൻട്രൽ ആറ്റം കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെയുള്ള ആറ്റം ഉണ്ടല്ലോ, അതിൻ്റെ നമ്പറും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് ചാർജ്, കാറ്റയോണിക് ചാർജ് ഉണ്ടെങ്കിൽ കുറയ്ക്കും, ആനയോണിക് ചാർജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും. ചാർജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ Vയും Xും തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നുണ്ടോ, പെർസെൻറ്റേജ് ഓഫ് S ക്യാരക്ടർ ഇൻ ദി ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് BF3. അപ്പോൾ BF3യുടെ ഹൈബ്രിഡൈസേഷൻ അറിഞ്ഞാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? Sൽ 2ഉം Pയിൽ 1ഉം ആണ്. അപ്പോൾ 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഫ്ലൂറിൻ്റെ നമ്പർ 3 ആണ്. ഫ്ലൂറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ അല്ല കേട്ടോ, എത്ര ഫ്ലൂറിനുണ്ട്? 3 എണ്ണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6/2 3 എന്ന് കിട്ടി. 3 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എസും 2 പിയും, അതല്ലേ 3. അപ്പോൾ എന്താ? ഹൈബ്രിഡൈസേഷൻ SP2. മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഹാഫ് ഇൻറ്റു V+X ഇക്വേഷനിലൂടെ ഏത് മോളിക്യൂൾ കിട്ടിയാലും നമുക്കിങ്ങനെ ഹൈബ്രിഡൈസേഷൻ എഴുതാൻ പറ്റും. ഇനി ഇവിടെ ചോദിച്ചേക്കുന്ന ഹൈബ്രിഡൈസേഷൻ അല്ല, ഈ ഒരു ഹൈബ്രിഡൈസേഷൻ്റെ S ക്യാരക്ടറാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ലൈഡ് കാണിക്കാം. നമ്മൾ 3 ഹൈബ്രിഡൈസേഷൻസ് ഏതൊക്കെയാണ്? SP3 എന്ന് പറയുമ്പം ഔട്ട് ഓഫ് 100ൽ S ക്യാരക്ടർ എത്രയേ കാണുള്ളൂ? P ക്യാരക്ടർ 75 ഉണ്ടല്ലോ, അപ്പോൾ S ക്യാരക്ടർ എത്രയേ ഉള്ളൂ? S ക്യാരക്ടർ 25% ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ SP2 ആണ്, അതിൽ S ക്യാരക്ടർ എത്ര കാണും? 33.3% കാണും. അങ്ങനെയാണെങ്കിൽ SP-ലോ ഒരു എസും ഒരു പിയും അല്ലേ, അപ്പോൾ 50% S ക്യാരക്ടറും കാണും, 50% P ക്യാരക്ടറും കാണും. അപ്പോൾ S ക്യാരക്ടർ കറക്റ്റായിട്ട് പഠിക്കുക. SP3യിൽ 25, SP2യിൽ 33.3, SP-യിൽ എത്രയാണ്? 50. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചേക്കുന്നത് ഏതാ? SP2 ആണല്ലോ, കാരണം BF3 SP2 അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ ഏതാ വരിക? 33.3% എന്നുള്ള ആൻസർ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഹൈബ്രിഡൈസേഷൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൈബ്രിഡൈസേഷൻ ഓഫ് സെനോൺ ആറ്റം ആൻഡ് ദി നമ്പർ ഓഫ് ലോൺ പെയർ പ്രസൻറ്റ് ഇൻ സെനോൺ ഹെക്സാഫ്ലൂറൈഡ്. എന്താ സെനോൺ ഹെക്സാഫ്ലൂറൈഡ്? XCF6. അപ്പോൾ ഞാൻ പറഞ്ഞ ഇക്വേഷൻ വെച്ചൊന്ന് കണ്ടുപിടിക്കാം നമുക്ക്. എന്താണ്? ഹാഫ് ഇൻറ്റു V. സെനോൺ നോബിൾ ഗ്യാസ് ആണ്, അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ 8 ആണ്. ഫ്ലൂറിൻ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് 14/2 7 ആണ്. 7 വന്നാൽ SP3D3 കേട്ടോ. എസും ബിയും കഴിഞ്ഞാൽ പിന്നെ D അല്ലേ, അപ്പോൾ ആകെ 7 എണ്ണം വരണം. അതുകൊണ്ടാണ് SP3D3 എന്ന് ഞാൻ എഴുതിയത്. അപ്പോൾ ഈ SP3D3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. സെനോണിന് 8 ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ 6 എണ്ണമേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരു ലോൺ പെയറും കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? SP3D3 1 ലോൺ പെയർ. ഞാൻ ആ സ്ട്രക്ചർ ഒന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ. സെനോണിൽ 6 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ SP3D3 1 ലോൺ പെയർ എന്നുള്ള ആൻസർ ആണ് ഇവിടെ വരിക. ഇനി MO തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയിൽ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഓർബിറ്റൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ഓഫ് ഫില്ലിംഗ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. 1s കമ്പൈൻ ചെയ്താൽ σ1s, σ*1s, പിന്നെ σ2s, σ*2s, ഇങ്ങനെ ഒരു ഓർഡർ ഓഫ് ഫില്ലിംഗ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല, നമ്മൾ രണ്ടാക്കി എഴുതും. അപ്പോൾ 1s നമ്മൾ ഒരു തവണ എഴുതും. മോളിക്കുലാർ ഓർബിറ്റിലാകുമ്പോൾ 1s കമ്പൈൻ ചെയ്തില്ലേ, അപ്പോൾ σ1s, σ*1s,
സിഗ്മ എന്ന് പറയുന്നത് ബോണ്ടിങ്, സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ ആൻറ്റി ബോണ്ടിങ്. അതുപോലെ 2sനെ രണ്ടാകും, സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. അങ്ങനെ നമ്മൾ ഓർഡറിൽ, എനർജിയുടെ ഓർഡറിലാണ് ഇത് ഫില്ല് ചെയ്ത് പോകേണ്ടത്. ഇനി അവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബോണ്ട് ഓർഡർ എന്ന കോൺസെപ്റ്റാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ ബോണ്ടിങ്ങിലെ ഇലക്ട്രോൺ എത്ര, നമ്മൾ ഇലക്ട്രോണുകളെ എങ്ങനെ ഫില്ല് ചെയ്യും, എന്നിട്ട് ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പറിൽ നിന്ന് ആൻറ്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പർ കുറയ്ക്കും, എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. എന്നാൽ എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമുക്കൊരു ഈസി ട്രിക്ക് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ബോണ്ട് ഓർഡർ ചോദിക്കുകയാണ്. അപ്പോൾ N2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ ചോദിച്ചു. അപ്പോൾ N2 അല്ലേ, N2 എന്ന് പറഞ്ഞാൽ 14 ഇലക്ട്രോൺസ് ആണ് വരിക. 14 ഇലക്ട്രോൺസ് വരുന്ന മോളിക്യൂളാണ് N2. അപ്പോൾ N2വിൻ്റെ ബോണ്ട് ഓർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം. നൈട്രജനിൽ ട്രിപ്പിൾ ബോണ്ട് അല്ലേ, 3 അല്ലേ ബോണ്ട് ഓർഡർ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 15, 16 ഒക്കെ വന്നപ്പോൾ ബോണ്ട് ഓർഡറിൽ വന്ന ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ നമുക്ക് അതുപോലെ ഫില്ല് ചെയ്ത് കണ്ടുപിടിക്കേണ്ട. ബോണ്ട് ഓർഡർ 0.5 വീതം കുറയുന്നതായിട്ട് കാണുന്നുണ്ടോ? മുകളിലേക്കും 0.5 വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, താഴേക്കും 0.5 വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. റെഡിയല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് ഈ ടേബിൾ യൂസ് ചെയ്ത് ബോണ്ട് ഓർഡർ പറയാനായിട്ട് സാധിക്കും. അവരെപ്പോഴും ഒരു B2 C2 ഒക്കെയാണ് ചോദിക്കുക. അപ്പോൾ B2 C2 N2 O2 F2 ഒക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ ഈ ടേബിളിലുണ്ട്. B2 10 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഫില്ല് ചെയ്ത് നോക്കണോ? വേണ്ട, നമ്മൾ ഈ ടേബിൾ നോക്കി, ടേബിൾ അറിഞ്ഞിരിക്കണം. ടേബിൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നൈട്രജൻ 3 അല്ലേ, നൈട്രജൻ 14 ഇലക്ട്രോൺ 3, പിന്നെ 15 വന്നാൽ 2.5, അങ്ങനെ 0.5 വീതം കുറഞ്ഞു വരും എന്നുള്ളൊരു പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി. എല്ലാം ഫുള്ള് കാണാതെ പഠിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഓഫ് മോളിക്യൂൾ ഓർ അയോൺ നോട്ട് ലൈക്ലി ടു എക്സിസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കറിയാം അവിടെ H2 2+ എന്ന് കൊടുത്തേക്കണുണ്ടോ, H2 2+. അങ്ങനെ ഒരു H2വിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഹൈഡ്രജൻ ആകെ ഒരു ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ H2വിന് 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. പക്ഷേ 2+ എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ ഇല്ലാതെ അയോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അപ്പോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഹീലിയം മോളിക്യൂൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? നോബിൾ ഗ്യാസുകളെ മോളിക്യൂളായിട്ട് എഴുതുകയേ ചെയ്യരുത്. അപ്പോൾ ഹീലിയം മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെയൊക്കെ ബോണ്ട് ഓർഡർ 0 ആയിരിക്കും കേട്ടോ. ബോണ്ട് ഓർഡർ ഹീലിയം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ആദ്യം ഒരു ഇക്വേഷൻ കാണിച്ചില്ലേ, എന്താണ് NB - NA, അതെന്തായിരിക്കും? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അത്. പക്ഷേ അവിടെ എന്ത് സംഭവിക്കും? NBയും 2 ആണ്, NAയും 2 ആണ്. കണ്ടോ? അപ്പോൾ 2 - 2 എന്ന് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് 0 വരും. അതിൻ്റെ മീനിങ് എന്താ? ദിസ് മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന മോളിക്യൂളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഹാവ് ഐഡൻറ്റിക്കൽ ബോണ്ട് ഓർഡർ. ഇവിടെ നിങ്ങൾ ഇവരുടെ എല്ലാം ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് സമയം കളയരുത്. ഇവരുടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ CN- നമുക്കറിയാം കാർബണിന് 6 ഇലക്ട്രോൺ ആണ്, നൈട്രജന് 7 ആണ്. മൈനസ് ഉള്ളപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 വന്നു. പിന്നെ NO+ എന്ന് കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ 7ഉം ഓക്സിജൻ 8ഉം ആണ്. പക്ഷേ ഒരു ഇലക്ട്രോൺ കുറവല്ലേ, NO+ അല്ലേ. അപ്പോൾ അവിടെയും എത്ര തന്നെ വരും? 14. അപ്പം ഈ 2 പേര് നമ്മൾ നേരത്തെ പഠിച്ച ഒരു സംഭവമാണല്ലോ, എന്താണ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എന്താണ്? ഐസോ ഇലക്ട്രോണിക്. അപ്പോൾ പഠിച്ചു വെച്ചോണം, ഐസോ ഇലക്ട്രോണിക് ആണെങ്കിൽ സെയിം ബോണ്ട് ഓർഡർ ആണ്. കണ്ടോ? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങനെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരുപോലെ വന്നാൽ ഐഡൻറ്റിക്കൽ ബോണ്ട് ഓർഡർ ആയിരിക്കും. അല്ലാതെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പോകണ്ട. പിന്നെ അറിയാം 14 എന്ന് കാണുമ്പോൾ ബോണ്ട് ഓർഡർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 14 വന്നാൽ 2 പേർക്കും എത്ര വീതം ബോണ്ട് ഓർഡർ കാണും? 3 വീതം കാണും. അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് ചോദിച്ചിട്ടില്ല. നമ്മൾ ഐഡൻറ്റിക്കൽ ആകുന്ന പെയർ ഏത്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണോ എന്നല്ല. ഇതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് അടുത്തേക്ക് പോകാത്തത് കേട്ടോ. ഓരോ ഓപ്ഷൻസും എടുത്ത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നാൽ സെയിം ബോണ്ട് ഓർഡർ ആയിരിക്കും എന്നുള്ള പോയിന്റാണ് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരുന്നത്. അപ്പം ഈ ചാപ്റ്ററിലേക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിലെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്ത കോൺസെപ്റ്റുകൾ വിട്ട് കളയരുത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ എപ്പോഴും കണ്ടിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.